ഹായ് ഫ്രണ്ട്സ്, കേറ്റഡ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. കേറ്റഡിൻ്റെ സിലബസ് ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. പരീക്ഷാഭവൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കാറ്റഗറി 3 ക്ലാസ്സസ് ആണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് ഫിസിക്കൽ സയൻസിലെ കെമിസ്ട്രിയിലെ പോർഷൻസ് ആണ് കവർ ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1 ക്ലാസ് ആണ്. അപ്പോൾ കെമിസ്ട്രി ക്ലാസ്സസിൽ സിലബസ് ബേസ്ഡ് ക്ലാസ്സാണ് നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിലബസ് ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിച്ചു പോകുന്ന പോർഷൻസ് അതിൽ മാർക്ക് ചെയ്തിട്ട് വേണം മുൻപോട്ട് പഠനം തുടരാനായിട്ട്. ഓക്കെ, സോ കെമിസ്ട്രിയിലെ സിലബസ് അനുസരിച്ചിട്ട് നമുക്ക് ഒന്നാമത്തെ ടോപ്പിക്ക് വരുന്നത് ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ആണ്. ഈ ഒരു ടോപ്പിക്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് ഫിസിക്കൽ ചേഞ്ച് എന്താണ്, കെമിക്കൽ ചേഞ്ച് എന്താണെന്ന് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒന്ന് റഫായിട്ട് എന്താണ് ഫിസിക്കൽ ചേഞ്ച് എന്നും കെമിക്കൽ ചേഞ്ച് എന്നും പറയാം. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കെമിസ്ട്രിയിൽ റിയാക്റ്റൻസ് റിയാക്റ്റ് ചെയ്ത് പ്രോഡക്റ്റ്സ് ആയി മാറുകയാണ്. അപ്പോൾ ഫിസിക്കൽ ചേഞ്ചിൽ റിയാക്റ്റൻസ് റിയാക്റ്റ് ചെയ്ത് പ്രൊഡക്റ്റായി മാറുന്നു. എല്ലാ റിയാക്ഷനിലും നടക്കുന്ന പോലെ തന്നെ ഈ ഉണ്ടായ പ്രൊഡക്റ്റിനെ നമുക്ക് പഴയ റിയാക്റ്റൻ്റാക്കി മാറ്റാനായിട്ട് സാധിക്കും. എങ്കിൽ ആ റിയാക്ഷനെ നമുക്ക് ഫിസിക്കൽ ചേഞ്ച്, അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചിനെ നമുക്ക് ഫിസിക്കൽ ചേഞ്ച് എന്നും ഫിസിക്കൽ റിയാക്ഷൻസ് എന്നൊക്കെ പറയാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മെഴുകുതിരി അത് ഉരുകുന്നു, ഉരുകി അതൊരു ലിക്വിഡ് ഫോമിലേക്ക് അല്ലെങ്കിൽ ഒരു മോൾട്ടൺ സ്റ്റേജിലേക്ക് മാറുകയാണ്. അപ്പോൾ റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് മെഴുകായിരുന്നു, അത് ചൂട് കൊണ്ട് ഉരുകി ഒരു മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് മാറുകയാണ്. അവിടെ പുതിയൊരു പ്രൊഡക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ആ ഒരു സോളിഡ് ആയിട്ടിരുന്ന അല്ലെങ്കിൽ മെഴുകുതിരിയുടെ ആ ഒരു ഫോമിലിരുന്ന ആ ഒരു മെഴുകിന് ചൂടേറ്റ് ആ ഒരു ഷേപ്പിൽ മാത്രം, ഫിസിക്കലായിട്ടുള്ള അപ്പിയറൻസിൽ മാത്രമാണ് മാറ്റം വന്നിരിക്കുന്നത്. പുതുതായിട്ട് ഒരു പ്രൊഡക്റ്റും ഉണ്ടായിട്ടില്ല. ആദ്യമുണ്ടായിരുന്ന മെഴുക് തന്നെ ഒരു ഫിസിക്കലായിട്ടുള്ള ചേഞ്ചിന് വിധേയമായി ഒരു മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് മാറിയിരിക്കുന്നു. ഈ മോൾട്ടൺ സ്റ്റേറ്റിനെ നമുക്ക് കുറച്ചധികം നേരത്തിന് ശേഷം, തണുത്തതിന് ശേഷം പഴയ ഒരു സോളിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള റിയാക്ഷനെ നമുക്ക് ഫിസിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് എന്നും പറയാം. ഇനി കെമിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ റിയാക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. വൺസ് റിയാക്റ്റൻസ് റിയാക്റ്റ് ചെയ്ത് പ്രൊഡക്ട്സ് ആയി മാറിയതിന് ശേഷം ഈ പ്രൊഡക്റ്റിനെ നമുക്ക് പഴയ പോലെ റിയാക്റ്റൻ്റാക്കി മാറ്റാനായിട്ട് സാധിക്കില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പേപ്പർ കത്തിക്കുകയാണ്. പേപ്പർ കത്തുമ്പോൾ ചാരമായി മാറുകയാണെന്ന് നമുക്കറിയാം. ഈ ചാരത്തെ നമുക്ക് പഴയ പേപ്പറാക്കി മാറ്റാനായിട്ട് സാധിക്കില്ല. അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള അപ്പിയറൻസിലും, അതായത് പുറമേ എങ്ങനെയായിരുന്നു ആ പേപ്പർ കാണാൻ, അതിൻ്റെ ആ ഒരു രൂപത്തിലും മാറ്റം ഉണ്ടായി. കെമിക്കലിൽ നമുക്ക് മാറ്റം ഉണ്ടായെന്ന് പറയാം. അങ്ങനെയാണ് പുതിയ പ്രൊഡക്റ്റായ ചാരമായി മാറുന്നത്. ഈ ഉണ്ടായ ചാരത്തെ നമുക്ക് തിരിച്ച് പേപ്പറാക്കി മാറ്റാനായിട്ട് സാധിക്കില്ല. അത്തരം റിയാക്ഷൻസിനെ കെമിക്കൽ റിയാക്ഷൻസ് അഥവാ അത്തരം ചേഞ്ചസിനെ കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയാം. ഇനി ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കോമൺ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം എന്താണ് ഫിസിക്കൽ ചേഞ്ച് എന്നും കെമിക്കൽ ചേഞ്ച് എന്നും മനസ്സിലാക്കാൻ. ഓക്കെ, ഇതിൽ മെയിൻലി നമുക്ക് ഒരുപാട് റിയാക്ഷൻസ് ഈ ഒരു സിലബസിൽ ഈ ഒരു ഹെഡിങ്ങിന് താഴെ പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഈ കൊടുത്തിരിക്കുന്നത്, എക്സോതെർമിക് റിയാക്ഷൻസ്. എക്സോതെർമിക് റിയാക്ഷൻസ്, എക്സോ എന്ന് പറയുന്ന വേർഡ് എക്സിറ്റുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. എക്സിറ്റ് മീൻസ് പുറത്തേക്ക് പോവുക എന്ന അർത്ഥത്തിൽ. അപ്പോൾ നമുക്ക് ആ ഒരു ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ, എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് ലിബറേറ്റ് ഹീറ്റ് ആർ കോൾഡ് എക്സോതെർമിക് റിയാക്ഷൻസ്. അതായത് കെമിക്കൽ റിയാക്ഷൻസ് ആണിത്. ഇവിടെ എന്തിനെയാണ് ലിബറേറ്റ് ചെയ്യുന്നത്, പുറത്തേക്ക് വിടുന്നത്? ഹീറ്റിനെ. അങ്ങനെ ഹീറ്റിനെ പുറത്തേക്ക് വിട്ടുകൊണ്ട് നടക്കുന്ന റിയാക്ഷനെ നമുക്ക് എക്സോതെർമിക് എന്ന് പറയാം. തെർമിക് മീൻസ് ഹീറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ എക്സോ മീൻസ് പുറത്തേക്ക് പോവുക, ആര്? ഹീറ്റിനെ പുറത്തേക്ക് വിട്ടുകൊണ്ട് നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസിനെയും നമുക്ക് എന്ത് പറയാം? എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയാം. ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. നോട്ട്സ് വേണ്ടവർക്ക് ഇത് തന്നെ പോസ് ചെയ്ത് എഴുതിയെടുക്കുക. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് വൺ നോക്കുക. HCl + NaOH ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും തമ്മിൽ റിയാക്ട് ചെയ്യുകയാണ്. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് സോഡിയം ക്ലോറൈഡ് NaCl + H2O + ഹീറ്റ്. കണ്ടോ, ഇവിടെ പ്രൊഡക്റ്റ് സൈഡിൽ നമുക്ക് ആരെയും കൂടെ ലിബറേറ്റ് ചെയ്ത് കിട്ടി? ഹീറ്റിനെ കൂടെ കിട്ടി.
അപ്പോൾ ആ റിയാക്ഷൻ നമുക്ക് എക്സോതെർമിക് എന്ന് പറയാം. അടുത്തൊരു റിയാക്ഷൻ നോക്കിയാൽ കാൽഷ്യം ഓക്സൈഡ് പ്ലസ് H2O ഗിവ്സ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹീറ്റ്. ഇവിടെയും ഹീറ്റിനെ ഇവോൾവ് ചെയ്തു അല്ലെങ്കിൽ ഹീറ്റിനെ ലിബറേറ്റ് ചെയ്തു എന്ന് പറയും. അപ്പോൾ ആ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സോതെർമിക് ആണ്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എൻഡോതെർമിക് റിയാക്ഷൻസ് ആണ്. എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എക്സോതെർമിക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ നമുക്ക് ലിബറേറ്റ് ചെയ്തുവെങ്കിൽ ഇവിടെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്, സ്വീകരിക്കുകയാണ്. നേരത്തെ കേസിൽ ലിബറേറ്റ് ചെയ്തു അല്ലെങ്കിൽ പുറത്തേക്ക് വിട്ടു, ഇവിടെ അബ്സോർബ് ചെയ്യുകയാണ്. സോ കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് അബ്സോർബ് ഹീറ്റ് ആർ കോൾഡ് എൻഡോതെർമിക് റിയാക്ഷൻസ്. ഓക്കെ, ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ KMnO4 പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഹീറ്റിനെ അബ്സോർബ് ചെയ്തു, ഹീറ്റ് ഇതിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, പ്ലസ് ഹീറ്റ് ഗീവ്സ് K2MnO4 പ്ലസ് MnO2 പ്ലസ് O2. ഓക്കെ, വളരെ കോമൺ ആയിട്ട് നമുക്കറിയുന്ന വേറൊരു എക്സാമ്പിൾ, വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറയുകയാണ് മെൽറ്റിംഗ് ഓഫ് ഐസ്. ഐസ് ഉരുകുന്നത്. ഐസ് എങ്ങനെ ഉരുകുന്നത്? ഹീറ്റിനെ അബ്സോർബ് ചെയ്ത്, അല്ലേ? ചൂട് കൊടുത്തുകൊണ്ടാണ് ഐസ് ഉരുകി വാട്ടറായിട്ട് മാറുന്നത്. അപ്പോൾ മെൽറ്റിംഗ് ഓഫ് ഐസും എന്തിന് ഉദാഹരണമായിട്ട് പറയാം? എൻഡോതെർമിക് റിയാക്ഷന് ഉദാഹരണമായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് റിയാക്ഷൻസ് ആണ് ഇവിടെ പഠിച്ചിരിക്കുന്നത്, എക്സോതെർമിക് റിയാക്ഷൻസും എൻഡോതെർമിക് റിയാക്ഷൻസും. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. കെമിക്കൽ റിയാക്ഷൻസിന് തന്നെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ദെൻ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. 4 ടൈപ്പ് മെയിൻ റിയാക്ഷൻസിനെ കുറിച്ചിട്ടാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമുക്ക് എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയാം. കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഡെഫിനിഷൻ ഒന്ന് വായിക്കുകയാണ്. എ റിയാക്ഷൻ ഇൻ വിച്ച് എ സിംഗിൾ പ്രോഡക്റ്റ് ഈസ് ഫോംഡ്. അത് നോട്ട് ചെയ്യുക, ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. എങ്ങനെ? എവിടെ നിന്ന്? ഫ്രം 2 or more റിയാക്റ്റൻസ്. 2 അതിലധികമോ റിയാക്റ്റൻസ് ഉണ്ടാകും, പക്ഷേ ഒരേ ഒരു പ്രൊഡക്റ്റ് മാത്രമേ നമുക്ക് ഫോം ചെയ്യൂ. എങ്കിൽ ആ റിയാക്ഷനെ നമുക്ക് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഒരു ഉദാഹരണം നോക്കാം. ഇവിടെ നോക്കിയേ, കാൽഷ്യം ഓക്സൈഡ് CaOയും H2O വാട്ടറുമാണ്. 2 റിയാക്റ്റൻസ് ഇവിടെ ഉണ്ട്, പക്ഷേ നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരേ ഒരു പ്രൊഡക്റ്റാണ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു കോമ്പിനേഷൻ റിയാക്ഷന് എക്സാമ്പിളാണ്. അടുത്തത് ബേണിംഗ് ഓഫ് കോൾ എന്ന് പറഞ്ഞാൽ കാർബൺ. ഓക്കെ, സോ കാർബൺ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് ബേണിംഗ് നടത്തുന്നു. കാർബണും ഓക്സിജനും ഇവിടെ 2 റിയാക്റ്റൻസ് ആണുള്ളത്. നമ്മൾ പറഞ്ഞു 2 അതിലധികമോ, 2 or more. അപ്പോൾ ഇവിടെ 2 റിയാക്റ്റൻസ് ഉണ്ട്. 2 റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരേ ഒരു പ്രൊഡക്റ്റാണ്, ഒരു സിംഗിൾ പ്രൊഡക്റ്റാണ് ഇവിടെ ഫോം ചെയ്തത്. അപ്പോൾ ഈ റിയാക്ഷനെ നമുക്ക് എന്ത് പറയാം? കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയാം. ഓക്കെ, വേറൊരു ഉദാഹരണം കൂടെ പറയാം. H2 പ്ലസ് O2 ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് നമുക്ക് എന്താ ഫോം ചെയ്യുന്നത്? നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിക്കുന്നതാണ്, വാട്ടർ ഫോമേഷൻ. അപ്പോൾ 2 റിയാക്റ്റൻസ് ഇവിടെ ഉണ്ട്, പക്ഷേ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരേ ഒരാൾ മാത്രമാണ്, ഒരു സിംഗിൾ പ്രൊഡക്റ്റ് മാത്രമാണ് കിട്ടുന്നത്. അത്തരം റിയാക്ഷനെ നമുക്ക് എന്ത് പേരിൽ പറയാം? കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയാം. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ആ ഒരു പേരിനകത്ത് തന്നെ അത് ക്ലിയർ ആണ്. ഡീകമ്പോസിഷൻ, വിഘടിക്കുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുക എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു ഡെഫിനിഷൻ നോക്കാം. എ സിംഗിൾ റിയാക്റ്റൻറ്റ് ബ്രേക്സ് ഡൗൺ, അല്ല, വിഘടിക്കുക, സ്പ്ലിറ്റ് ചെയ്യുക, ടു ഗീവ് സിംപ്ലർ പ്രോഡക്ട്സ്, ചെറിയ ചെറിയ പ്രൊഡക്ട്സ് ആയിട്ട് മാറുന്നു. ഒരു വലിയൊരാൾ സ്പ്ലിറ്റ് ചെയ്ത് പല പല പ്രൊഡക്ട്സായി മാറുന്ന ആ ഒരു റിയാക്ഷന് പറയുന്ന പേരാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഉദാഹരണം നോക്കിക്കോ. FeSO4 ഫെറസ് സൾഫേറ്റ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, എന്നിട്ട് Fe2O3 SO2 SO3 ഇങ്ങനെ 3 ചെറിയ ചെറിയ പ്രൊഡക്ട്സ് ആയിട്ടാണിത് മാറുന്നത്. ഓക്കെ, അപ്പോൾ FeSO4ന് വിഘടനം നടന്നുകൊണ്ടാണ് ഈ 3 പേര് ഫോം ചെയ്തത്, അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ നടന്നുകൊണ്ടാണ് 3 പേര് ഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ FeSO4 ബ്രേക്സ് ഡൗൺ ചെയ്തു, അല്ലെങ്കിൽ ചെറിയ ചെറിയ പാർട്സായി മാറിയതിന് ശേഷമാണ് Fe2O3 SO2 SO3 എന്ന് പറയുന്ന 3 പ്രോഡക്ട്സ് ഇവിടെ ഫോം ചെയ്തത്. അത്തരം റിയാക്ഷനെ നമുക്ക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയാം. ഇനി ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ FeSO4 അബ്സോർബ് ചെയ്തിരിക്കുന്നത്, അല്ലേ, ആഡ് ചെയ്തിരിക്കുക FeSO4ലേക്ക്. ദാറ്റ് മീൻസ് അബ്സോർബ് ചെയ്തിരിക്കുകയാണ് ആരെ? ഹീറ്റിനെ. അപ്പോൾ ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്തു, അല്ലെങ്കിൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് നടക്കുന്ന എല്ലാ ഡീകമ്പോസിഷൻ റിയാക്ഷനെയും നമുക്ക്
തെർമൽ ഡീകമ്പോസിഷൻ എന്ന് പറയും. തെർമൽ മീൻസ് നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, ഹീറ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് നടക്കുന്ന എല്ലാ ഡീകമ്പോസിഷൻ റിയാക്ഷനെ നമുക്ക് തെർമൽ ഡീകമ്പോസിഷൻ എന്ന് പറയാം. ഡെഫിനിഷൻ വായിക്കാം. വെൻ എ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഇസ് ക്യാരീഡ് ഔട്ട് ബൈ ഹീറ്റിംഗ്, ചൂടാക്കിക്കൊണ്ടാണ് ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ടാണ് ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ ആ റിയാക്ഷനെ നമുക്ക് തെർമൽ ഡീകമ്പോസിഷൻ എന്ന് പറയാം. ഒരു ഉദാഹരണം കൂടെ, CaCO3, കാക്കോ3 എന്നൊക്കെ പണ്ട് പറഞ്ഞ് ഓർക്കാറുള്ള ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് കാൽഷ്യം കാർബണേറ്റ്. CaCO3 പ്ലസ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ഇവിടെ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറുന്നു. ഓക്കെ, ഇവിടെ ഹീറ്റിനെ അബ്സോർബ് ചെയ്തു. സോ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് ഈ CaCO3 CaOയും CO2മായിട്ട് വിഘടിച്ച് മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ വിഘടനം അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ നടന്നു. ദാറ്റ് മീൻസ് ഇവിടെ ഡീകമ്പോസിഷൻ നടന്നു. എന്തിൻ്റെ അബ്സോർപ്ഷൻ വഴി? ഹീറ്റിനെ അബ്സോർബ് ചെയ്തു. സോ അത് തെർമൽ ഡീകമ്പോസിഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി വേറൊരു ടൈപ്പ് ഡീകമ്പോസിഷനാണ് AgCl. എക്സാമ്പിൾ നമുക്ക് നോക്കാം ആദ്യം. AgCl പ്ലസ് സൺലൈറ്റ് ഗീവ്സ് 2Ag പ്ലസ് Cl2. അതായത് AgCl നമുക്കറിയാം സിൽവർ ക്ലോറൈഡ് ആണ്. സിൽവർ ക്ലോറൈഡ് സൺലൈറ്റ് സൂര്യപ്രകാശത്തിനെ അബ്സോർബ് ചെയ്തു. ഇവിടെ ഹീറ്റാണ്. അടുത്തൊരു കണ്ടീഷനിലേക്ക് വരികയാണ്. സൂര്യപ്രകാശത്തിനെ അബ്സോർബ് ചെയ്ത് Ag എന്നും ക്ലോറിൻ എന്നുമായിട്ട് വിഘടിച്ചു മാറി. ഓക്കെ, AgCl Ag ആയിട്ടും Cl ആയിട്ട് വിഘടിച്ചു മാറി. ദാറ്റ് മീൻസ് ഇതൊരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. എന്നാൽ ഇവിടെ ആരുടെ പ്രസൻസിലാണ് ആ ഡീകമ്പോസിഷൻ നടന്നത്? സൺലൈറ്റിൻ്റെ പ്രസൻസിൽ. അതുകൊണ്ട് ഈ ഡീകമ്പോസിഷന് നമുക്കൊരു പേരുണ്ട്, ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ. സൺലൈറ്റിൻ്റെ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്ന ഡീകമ്പോസിഷനാണ് ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ. When a decomposition reaction is carried out in the presence of light, it is called a photolytic decomposition. സെയിം നമുക്ക് വേറൊരു എക്സാമ്പിൾ, ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് AgBr, സിൽവർ ബ്രോമൈഡ്. ഇവിടെ സിൽവർ ക്ലോറൈഡ് ആയിരുന്നു, ഇത് സിൽവർ ബ്രോമൈഡ് വെച്ചിട്ട് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് സിൽവറും ബ്രോമിനുമായി മാറുന്ന ഒരു പ്രോസസ്സ്. ഇവിടെയും സൺലൈറ്റിൻ്റെ പ്രസൻസിലാണ്. സോ ഇതും ഒരു ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷന് ഉദാഹരണമാണ്. ഇവിടെ മെയിൻലി പറയാനുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫി പണ്ട് കാലത്തുണ്ട്, ഇപ്പോഴും അത് അവൈലബിൾ ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷനാണ് ഇത്. AgBr സൺലൈറ്റിൻ്റെ പ്രസൻസിൽ Agയും Brമായിട്ട് മാറുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത് വേറൊരു എക്സാമ്പിളാണ് H2O. ഈ ആരോ മാർക്കിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ തൽക്കാലം നോക്കണ്ട. H2 ഓക്സിജനുമായിട്ട്, വാട്ടർ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഘടിച്ചു മാറി. സോ അതെന്ത് ടൈപ്പ് റിയാക്ഷനാണ്? അതൊരു ഡീകമ്പോസിഷൻ റിയാക്ഷനാണ് നമുക്ക് പറയാം. ഇനി ഇവിടെ ആരോ മാർക്കിൻ്റെ മുകളിൽ നോക്കിക്കേ, അല്ലെങ്കിൽ ഈ ആരോ മാർക്കിൻ്റെ മുകളിൽ അല്ലെങ്കിൽ H2O പ്ലസ് ഇലക്ട്രിക് കറണ്ട് എന്ന് എഴുതിയാലും തെറ്റില്ല. ഓക്കെ, അതായത് ഇലക്ട്രിക് കറണ്ടിൻ്റെ പ്രസൻസിലാണ് ഈ ഒരു H2 O2 ആയി മാറിയെന്നർത്ഥം. അപ്പോൾ കറണ്ടിൻ്റെ പ്രസൻസിൽ, ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിലാണ് ഒരു ഡീകമ്പോസിഷൻ നടക്കുന്നതെങ്കിൽ ആ റിയാക്ഷൻ നമുക്ക് ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ എന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ 3 ടൈപ്പ് ഡീകമ്പോസിഷൻ എന്താണെന്ന് പറഞ്ഞു. ഒരു റിയാക്റ്റൻ്റ് ചെറിയ ചെറിയ മോളിക്യൂൾസ് ആയാലും ചെറിയ ചെറിയ പ്രൊഡക്ട്സ് ആയിട്ട് സ്പ്ലിറ്റ് ആകുന്ന പ്രോസസ്സാണ് ഡീകമ്പോസിഷൻ. ഈ ഡീകമ്പോസിഷൻ തന്നെ 3 ടൈപ്പ് നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ ടൈപ്പ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഹീറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്നുവെങ്കിൽ അതിനെ തെർമൽ ഡീകമ്പോസിഷൻ എന്ന് പറയാം. രണ്ടാമത് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ലൈറ്റിൻ്റെ പ്രസൻസിൽ, സൺലൈറ്റിൻ്റെ പ്രസൻസിലാണ് നടക്കുന്നതെങ്കിൽ അതിനെ ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ എന്ന് പറയാം. തേർഡ് വൺ ആണ് നമ്മൾ പറയുന്നത് ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ടിൻ്റെ പ്രസൻസിലാണ് നടക്കുന്നതെങ്കിൽ അതിനെ ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ എന്ന് പറയാം. ഓക്കെ, ദെൻ തേർഡ് വൺ ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ് ചെയ്യുക, ആ ഒരു ഇരുന്ന സ്ഥലത്ത് നിന്ന് മാറ്റുക എന്നാണ് ആ ഡിസ്പ്ലേസ്മെൻറ്റ്. എന്നാൽ പ്ലേസ്മെൻറ്റിൽ ഒരു വ്യത്യാസം വരുത്തുക അല്ലെങ്കിൽ മാറ്റം ഉണ്ടാവുക, അതാണ് ആ ഒരു വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നമുക്കൊരു ഉദാഹരണത്തിൽ നിന്ന് അതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകാം. Fe അയൺ പ്ലസ് CuSO4 കോപ്പർ സൾഫേറ്റ് അയണുമായിട്ട് രണ്ടുപേരും കൂടെ റിയാക്ട് ചെയ്യുകയാണ്. നമുക്ക് റൈറ്റ് സൈഡിൽ കിട്ടിയ പ്രൊഡക്റ്റ് നോക്കുവാണെങ്കിൽ Fe പ്ലസ് CuSO4. ഇവിടെ CuSO4ലെ Cuനെ എടുത്ത് മാറ്റിയിട്ട് പകരം നമ്മുടെ Fe വന്ന് അവിടെ അക്കോമഡേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ Fe ഇവിടെ വരുമ്പോൾ അതെന്തായി മാറും? FeSO4 ആയി മാറും. അങ്ങനെയാണ് നമുക്ക് റൈറ്റ് സൈഡിലെ പ്രൊഡക്റ്റ് FeSO4 എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത്.
പ്ലസ് എടുത്ത് മാറ്റിയത് ആരെയാണ്? കോപ്പറിനെയാണ്. അതാണ് ഇവിടെ കിട്ടിയ അടുത്ത പ്രൊഡക്റ്റ്, കോപ്പർ ഇൻ ദ സോളിഡ് ഫോം. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്, എല്ലാ ഇക്വേഷനിലും ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് അവരുടെ ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ Fe കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് FeSO4ഉം കോപ്പറുമായിട്ട് മാറുന്നു. ഈ റിയാക്ഷനിൽ അയൺ ഹാസ് ഡിസ്പ്ലേസ്ഡ് ഓർ റിമൂവ്ഡ് അനദർ എലമെൻറ്റ് കോപ്പർ. അയൺ ആണ് എന്ത് ചെയ്തത്? കോപ്പറിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അയാളുടെ സ്ഥലത്ത് പോയി ഇരുന്നത്. ഓക്കെ, ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. പ്ലേസിൽ ഒരു മാറ്റം വന്നു, ഇയാളുടെ പ്ലേസ് മാറ്റി ഇയാൾ വന്നിരുന്നു. അവിടെ ഒരു പ്ലേസ്മെൻറ്റിൽ ഒരു മാറ്റം വന്നതുകൊണ്ട് ആ റിയാക്ഷൻ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയാം. എന്തുകൊണ്ടാണ് അയൺ വന്ന് കോപ്പറിനെ എടുത്ത് മാറ്റാൻ കാരണം? അയണിന് കോപ്പറിനേലും റിയാക്ടിവിറ്റി കൂടുതലാണ്. അതാണ് അവിടുത്തെ മെയിൻ റീസൺ. റിയാക്ടിവിറ്റി ഓഫ് അയൺ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് കോപ്പർ. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ ഇതുപോലെ നമുക്ക് നോക്കാം. സിങ്ക് പ്ലസ് കോപ്പർ സൾഫേറ്റ് ഗീവ്സ് സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പർ. ഇവിടെ സിങ്ക് ഇസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. സോ കോപ്പറിനെ ആര് ഡിസ്പ്ലേസ് ചെയ്തു? സിങ്ക് വന്നിട്ട് അവിടുന്ന് റിമൂവ് ചെയ്ത് സിങ്ക് ആ പ്ലേസിൽ കയറിയിരുന്നു. ZnSO4 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റും കോപ്പറുമായിട്ട് മാറി. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഡബിൾ ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയാണ് ഇവിടെ, പക്ഷേ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു വേർഡ് വന്നിരിക്കുന്നത് ഡബിൾ. ഡബിൾ മീൻസ് ഇവിടുത്തെ കേസ് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സിംപ്ലി ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമായിരുന്നു. അതായത് ഒരാൾ മാത്രമേ മാറിയുള്ളൂ, ഈ ആളെ മാറ്റിയിട്ട് പകരം ഈ ആൾ വന്ന് ഇവിടെ ഇരിക്കുകയുണ്ടായത്. എന്നാൽ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കേസിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കിയിട്ട് പറയാം. Na2SO4 പ്ലസ് BaCl2 രണ്ട് പേരുണ്ട് റിയാക്ട് ചെയ്യാനായിട്ട്. ഇനി ഇവിടെ ഈ Na2ഉം ഈ BA ഒന്ന് നോക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളിതിൻ്റെ പ്രൊഡക്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് BaSO4. ദാറ്റ് മീൻസ് Na2SO4 എന്തായി മാറി? BaSO4 ആയി മാറി. അതായത് ഈ BA ഈ Na2ൻ്റെ പ്ലേസിൽ വന്നിരുന്നു. ഓക്കെ, പ്ലസ് 2NaCl. BaCl2 ആയിരുന്നു, ആ Clൻ്റെ കൂടെ ഇപ്പോൾ ആരാ വന്നിരിക്കുന്നത്? Na. അതായത് ഇവിടെയുള്ള Na എന്ത് ചെയ്തു? ഈ Na വന്നു Clൻ്റെ കൂടെ വന്ന് ഈ ഒരു പൊസിഷനിൽ അക്കോമഡേറ്റ് ചെയ്തു. മനസ്സിലായോ? അതായത് ഇയാൾ ഈ ഒരു ഭാഗത്തേക്കും Na ക്ലോറിൻ്റെ കൂടെ BAയുടെ സ്ഥലത്തേക്കും വന്നിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നു അവിടെ. അതുകൊണ്ടാണ് അവിടെ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു വേർഡ് വന്നത്. നമുക്ക് ഡെഫിനിഷൻ നോക്കാം. കെമിക്കൽ റിയാക്ഷൻസ് ഇൻ വിച്ച് ദർ ഈസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് അയോൺസ്. ഇവിടെ എക്സ്ചേഞ്ച് ചെയ്ത ആരൊക്കെയാണ്? NAയും BAയും. ബിറ്റ്വീൻ ദ റിയാക്റ്റൻസ് ആർ കോൾഡ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഈ രണ്ട് റിയാക്റ്റൻറ്റുകൾക്കിടയിലുള്ള ഈ രണ്ട് അയോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടുവെങ്കിൽ ആ റിയാക്ഷനെ നമുക്ക് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ മെയിൻലി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കെമിക്കൽ റിയാക്ഷൻ്റെ പോർഷൻസിൽ അറിയാനുള്ളത്. ഇനിയും ഉണ്ട് ഒരുപാട് റിയാക്ഷൻസ്, അത് അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. നോട്ട്സ് വേണ്ടവർ നോട്ട്സ് എഴുതിയെടുക്കുക. ഓക്കെ, താങ്ക് യു.